ക്ലരീഷ്യൻ പ്രേക്ഷിത സഭയുടെ ഭാരതമണ്ണിലെ മാതൃഭവനം. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പാലാ രൂപതയിൽപ്പെടുന്ന കുറവലങ്ങാട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഭവനത്തിലാണ് ഭാരതത്തിലെ ക്ലരീഷ്യൻ സാന്നിധ്യം മുളയെടുത്തതും പിന്നീട് മറ്റു പലയിടങ്ങളിലേക്ക് വ്യാപിച്ചതും. 1969 ഇന്ത്യയിലെ ആദ്യത്തെ ക്ലരീഷ്യൻ വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ തങ്ങളുടെ പഠനം പൂർത്തിയാക്കി മാതൃരാജ്യത്ത് മടങ്ങിയെത്തി. അന്നത്തെ പാലാ രൂപത മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവാണ് ഇന്ത്യയിൽ ക്ലരീഷ്യൻ സഭയുടെ തുടക്കത്തിന് പ്രചോദനവും ഉപകരണവുമായി വർത്തിച്ചത്. തന്റെ രൂപതാ പരിധിയിൽ തന്നെ ഈ സഭ തുടങ്ങണമെന്ന ആഗ്രഹത്തോടെ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഈറ്റില്ലമായ കുറവലങ്ങാട്ട് ഇതിന്റെ പ്രഥമ ഭവനം നിർമ്മിക്കുവാൻ പ്രേരിപ്പിച്ചതും അദ്ദേഹമായിരുന്നു. അതിൻ പ്രകാരം ആദ്യത്തെ ഇന്ത്യൻ ക്ലരീഷ്യനായ ബഹുമാനപ്പെട്ട ജോസഫ് മാധവത്തച്ഛനും ജർമ്മൻകാരനായ ഫ്രാൻസിസ് ഡീൻബർഗർ അച്ഛനും ചേർന്ന് കുറവലങ്ങാട്ടുള്ള ഒരു കുന്നിൻ മുകളിൽ സ്ഥലം വാങ്ങി ക്ലാരറ്റ് ഭവൻ മൈനർ സെമിനാരിയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. മാമലശ്ശേരി കൈമൾ നാടുവാഴിയായിരുന്ന സമയത്ത് കുറ്റവാളികളെ ശിക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു കൊലക്കണ്ടം നിരപ്പ്. കുറുക്കൻ കുന്ന് എന്ന പേരിലും ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. അങ്ങനെ പൈശാചികമായ ഒരു സ്ഥലമാണ് ക്ലരീഷ്യൻ വൈദികർ ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റിയത്. 4 അടി മാത്രം വീതിയുണ്ടായിരുന്ന വഴി വികസിപ്പിച്ച് ഗതാഗതയോഗ്യമാക്കിയത് ക്ലാരറ്റ് ഭവനിലെ വൈദികരുടെ നേതൃത്വത്തിലായിരുന്നു. നാട്ടുകാരുടെ അകമൊഴിഞ്ഞ സഹായങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. 1970 മാർച്ച് 31 അഭിവന്ധ്യ വയലിൽ തിരുമേനി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. അതേ വർഷം തന്നെ ജൂലൈ 3 21 പേരടങ്ങുന്ന ആദ്യ ബാച്ച് ഇവിടെ വൈദിക പരിശീലനം ആരംഭിച്ചു. 1971 ഒക്ടോബർ 24 സഭാസ്ഥാപകനായ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ തിരുനാൾ ദിനത്തിൽ അഭിവന്ധ്യ വയലിൽ പിതാവ് ക്ലാരറ്റ് ഭവൻ എന്ന ആദ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. ക്ലാരറ്റ് ഭവന്റെ പ്രഥമ സുപ്പീരിയറായി ബഹുമാനപ്പെട്ട ജോസഫ് മാധവത്തച്ഛൻ നിയമിതനായി. ചെത്തിയൊരുക്കിയ കരിങ്കല്ലുകൾ കൊണ്ട് കമനീയമായി പണിയപ്പെട്ടിരിക്കുന്ന ഈ ഭവനം കുന്നിൻ നെറുകയിലെ ഒരു വിസ്മയ കാഴ്ചയായി ഇന്നും നിലനിൽക്കുന്നു. പ്രകൃതി ശാലീനതയും പ്രശാന്തതയും ഇഴുകിച്ചേരുന്ന പരിസരത്തോടു കൂടിയ ക്ലാരറ്റ് ഭവൻ വൈദിക പരിശീലനത്തിന് എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒന്നാണ്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ മർത്തുമറിയം ആർച്ച് ഡീക്കൻ ഇടവക ദേവാലയം. ഭാവി ക്ലരീഷ്യൻ വൈദികരെ വാർത്തെടുക്കുക എന്നതാണ് ഈ സെമിനാരിയുടെ പ്രധാന ദൗത്യം. 10ാം ക്ലാസ്സോ +2 വിദ്യാഭ്യാസമോ പൂർത്തിയാക്കിയവരെയാണ് ഇവിടെ അർത്ഥികളായി സ്വീകരിക്കുന്നത്. 3 വർഷം നീളുന്ന പരിശീലനത്തിനിടയിൽ അവർ ക്ലരീഷ്യൻ സഭയെപ്പറ്റി അറിയുകയും അതോടൊപ്പം തങ്ങളുടെ മതേതര വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ ശിക്ഷണവും വളർച്ചയും ലക്ഷ്യമാക്കിയുള്ള പരിശീലന പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ക്ലരീഷ്യൻ സഭയെ മേൽക്കുമേൽ സ്നേഹിക്കുവാനും വിശുദ്ധ ക്ലാരറ്റിന്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ തങ്ങൾ ഇവിടെ നിന്ന് ഹൃദ്യസ്ഥമാക്കുന്ന സമർപ്പിത പ്രേക്ഷിത ജീവിതാന്തസ്സുകളുടെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികളെ ഏറെ പ്രാപ്തരാക്കുന്നു. വൈദിക പരിശീലനത്തിന് പുറമെ മറ്റു പല അജപാലന സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ക്ലാരറ്റ് ഭവൻ ചുക്കാൻ പിടിക്കുന്നു. ഇടവകയിലെ ആവശ്യങ്ങളിൽ സമയോചിതമായി സഹായിക്കുവാൻ ഈ ഭവനാംഗങ്ങൾ സന്നദ്ധരാകുന്നു. സമീപ പ്രദേശത്തുള്ള ഇതര ഇടവകകളിലും മഠങ്ങളിലും അജപാലന ശുശ്രൂഷയ്ക്കായി വൈദികർ സമയം ചെലവഴിക്കുന്നു. യുവജന സ്കൂൾ ശുശ്രൂഷ മേഖലകളിൽ ഇവിടെയുള്ള വൈദികർ പ്രവർത്തിച്ചു വരുന്നു. ഒരു കാലത്ത് കൊലക്കണ്ട നിരപ്പ് എന്ന പേരിൽ പ്രസിദ്ധവും നിർജ്ജീവവുമായിരുന്ന ഈ കുന്നിൻ മുകൾ ഇന്ന് ക്ലരീഷ്യൻ മിഷണറിമാരുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധവും ജീവനുള്ളതുമായ ഇടമായി മാറിയിരിക്കുന്നു. ചുറ്റുമുള്ള പാവപ്പെട്ടവരെ വേണ്ട വിധത്തിൽ സഹായിക്കുവാൻ ഈ ഭവനം നാളിതുവരെ മടിച്ചിട്ടില്ല. കൗദാശികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കായി ആളുകൾ ഇവിടെ എത്തുന്നു. സാധ്യമായ വിധത്തിൽ ഭവന വിദ്യാഭ്യാസ സഹായങ്ങൾ അർഹിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നു. വൈദിക പരിശീലനത്തോടൊപ്പം തന്നെ ദൈവവിളി പരിപോഷണ പ്രവർത്തനങ്ങളും ഈ ഭവനത്തിൽ നടക്കുന്നുണ്ട്. പ്രതിവർഷം 3 ജീവിത ദർശന ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ക്ലരീഷ്യൻ സഭയുടെ പ്രേക്ഷിത ചൈതന്യത്തോട് ആഭിമുഖ്യമുള്ള യുവാക്കളെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഈ ഭവനം വേദിയൊരുക്കുന്നു.
മുംബൈ പോയ ക്ലരീഷ്യൻ മിഷണറിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയും ഈ ഭവനത്തോട് ചേർന്ന് തന്നെയുണ്ട്. 50 ബാച്ചുകളിലായി അനേകം മിഷണറിമാരുടെ ജനനി എന്ന അപൂർവ ബഹുമതിക്കും ക്ലാരറ്റ് ഭവൻ അർഹയാണ്. ഇന്ന് പുതിയൊരു മുഖകാന്തിയോടെ ശോഭിക്കുന്ന ഈ മാതൃഭവനം ഇനിയും ധാരാളം വൈദികരെ സഭയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ട് കാലത്തെ അതിജീവിച്ച് മുന്നേറട്ടെ. ക്ലാരറ്റ് ഭവൻ മാതാവിനുമല ഹൃദയത്തിൻ്റെ മക്കൾ എന്ന ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ ഭാരതത്തിലെ ആദ്യ ഭവനവും ക്ലരീഷ്യൻ മിഷണറി സന്യാസ സഭാംഗങ്ങളുടെ ഇന്ത്യയിലെ ഒരു മാതൃഭവനവുമാണ്. കുറവിലങ്ങാട് മുത്തിയമ്മയുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ 1970കളിലാണ് ക്ലരീഷ്യൻ മിഷണറിമാർ ആദ്യമായിട്ട് എത്തിയത്. പിന്നീട് 1971 ഒക്ടോബർ മാസം 24-ാം തീയതി സഭാസ്ഥാപകനായ വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റ് തിരുനാൾ ദിനത്തിൽ ദിവംഗതനായ അഭിവന്ദ്യ വയലിൽ പിതാവ് ഈ ഭവനം ആശീർവദിച്ച് ക്ലരീഷ്യൻ സന്യാസ സഭയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്ന വൈദിക വിദ്യാർത്ഥികളുടെ പ്രാഥമിക വൈദിക പരിശീലന കേന്ദ്രമായി ഇത് തുറന്നു നൽകുകയുണ്ടായി. അതിനുശേഷം 54-ലധികം ബാച്ചിൽപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾ ഈ പുണ്യഭവനത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. ഏകദേശം 350-ലധികം വൈദികർ ഈ ഭവനത്തിൽ നിന്ന് വൈദിക ശുശ്രൂഷ മേഖലകളിലേക്ക് എത്തി എന്നുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ഈ 2025-26 അധ്യയന വർഷത്തിൽ 32 വൈദിക വിദ്യാർത്ഥികളാണ് ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭ മാസങ്ങളിൽ ഉണ്ടായിരുന്നത്. SSLC പഠന പരീക്ഷ കഴിഞ്ഞ് എത്തുന്ന വൈദിക വിദ്യാർത്ഥികൾ ആദ്യ വർഷം അവരുടെ പ്രാർത്ഥനയിൽ സഭയെക്കുറിച്ച് ഭാഷയിൽ കൂടുതൽ നൈപുണ്യം നേടുന്നതിനായിട്ടുള്ള പരിശീലനങ്ങൾ, അവരുടെ ആധ്യാത്മിക, ബൗദ്ധികവും മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കായിട്ടുള്ള ക്ലാസ്സുകളും ഇവിടെ നൽകപ്പെടുന്നു. ഇവിടെ വൈദിക വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്ന 3 വർഷങ്ങളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം +1, +2 പഠനങ്ങളാണ് മുഖ്യമായിട്ടും അവർ നടത്തുക. ക്ലാരറ്റ് ഭവനെക്കുറിച്ച് പറയുമ്പോൾ വൈദിക പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭവനമാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ക്ലാരറ്റ് ഭവന് ഈ ശാന്തമായ ഈ മലയുടെ മുകളിൽ എന്തുകൊണ്ടും ദൈവിക സാന്നിധ്യം അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ ഒരു ഭവനം, അതിന് കുട്ടികളുടെ വിവിധ മേഖലകളിൽ അവർക്ക് വളരുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ, കളിക്കുവാനായിട്ടുള്ള കളിക്കളങ്ങൾ, അതുപോലെ തന്നെ ഗാർഡനും മറ്റ് കൃഷിസ്ഥലങ്ങളിൽ അധ്വാനിക്കുവാനായിട്ട് പ്രകൃതിയോട് ഏറ്റവും ചേർന്ന് ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തോട് ചേരുക എന്നുള്ളത്, ദൈവത്തോട് അടുക്കുക എന്നുള്ളത് മനുഷ്യരോടും ലോകത്തോടും പ്രകൃതിയോടും അടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. ഈ ക്ലാരറ്റ് ഭവൻ്റെ വൈദിക പരിശീലനത്തിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുക അഭ്യുദയകാംക്ഷികളായ ക്ലാരറ്റ് ഭവനെ സ്നേഹിക്കുന്നവരുടെ ആത്മീയവും ഭൗതികവുമായ സഹകരണത്തിലൂടെയാണ്. അവരെല്ലാവരെയും ഈ തരുണത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയും നല്ല വിശുദ്ധമായ ദൈവവിളികൾ ഉണ്ടാകുവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്രകാരം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ ക്ലാരറ്റ് ഭവൻ അനുഗ്രഹീതമായൊരു ഭവനമായിരുന്നതുപോലെ തുടർന്നുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.